ഞാനിന്ന് നോക്കാൻ നേരത്തെ ആറാട്ട് സന്തോഷ് വർക്കി ഒരു അമ്പല കമ്മിറ്റിക്കാർ പിടിച്ച് ആദരിക്കുന്ന കണ്ടു, പൊന്നാടയൊക്കെ ഇട്ട് കൊടുത്തു, ട്രോഫിയൊക്കെ കൊടുക്കുന്ന ഒരു വിഷ്വൽ ഞാൻ കണ്ടു. ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി കേട്ടോ. എന്താണ് ആറാട്ട് സന്തോഷ് വർക്കി കേരളത്തിലെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്തായാലും അമ്പല കമ്മിറ്റിക്കാരുടെ പരിപാടിയൊക്കെ കൊള്ളാം. ഇതിനിടയ്ക്ക് ഇന്നലെ ഒരു കല്യാണാലോചനയായിട്ട് ആറാട്ട് സന്തോഷ് വർക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റാണ് കേട്ടോ. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്ടർ ബാലയുടെ ഒരു മുൻ ഭാര്യയുണ്ട്, എലിസബത്ത് എന്ന് പറഞ്ഞു. ഇവരെ കല്യാണം കഴിച്ചോളാം എന്നുള്ള രീതിയിൽ അവർക്ക് ഡിപ്രഷനാണ്, എനിക്ക് OCD ആണ്, ഞങ്ങൾ അമ്മി ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടൊരു കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ നമ്മളാണോ റിയൽ ലൈഫ് അതോ ആറാട്ട് സന്തോഷ് വർക്കിയും ടീമുമാണോ റിയൽ ലൈഫ്? ആരാണ് യഥാർത്ഥത്തിൽ മറ്റൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരാൾ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഇവരുടെ ഒരു കണക്ഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആറാട്ട് സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേരയുടെ കുറേ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ കുറേ ടീം, ഇവരെല്ലാം ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ നടക്കുന്ന, കളിയാക്കിയാൽ പോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത കുറച്ച് മനുഷ്യർ. ഇപ്പം ആക്ടർ ബാല ഇതിനകത്തേക്ക് വന്ന് നിൽപ്പുണ്ട്. ആക്ടർ ബാലയുടെ ഭാര്യ, അതിന് മുമ്പുള്ള ഭാര്യ, ഇപ്പം പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയും ഇതിനിടയ്ക്ക് ചെകുത്താൻ എന്ന് പറഞ്ഞാൽ പണ്ടേ കിളിപോയ ഒരു ടീമാണ്. ഈ ടീമെല്ലാം കൂടെ ഒരൊറ്റ സെറ്റ്, ഇവർ തമ്മിൽ ഇങ്ങനെ ചുറ്റി കുറേ പ്രശ്നങ്ങൾ. ഇത് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇവരുടെ പ്രശ്നമുള്ളൂ. എലിസബത്ത് ഒരു വീഡിയോ ഇടുന്നു, ആക്ടർ ബാല ഒരു വീഡിയോ ഇടുന്നു, കോകിൽ ഒരു വീഡിയോ ഇടുന്നു. ഇവരുമായിട്ട് കണക്ട് ചെയ്തൊരു പ്രശ്നം. ഇതിൻ്റെ ഇടയിലൂടെ നൈസായിട്ട് ആറാട്ട് സന്തോഷ് വർക്കി വന്നിട്ട് ഈ ആക്ടർ ബാലയുടെ മുൻ ഭാര്യയെ കല്യാണം ആലോചിക്കാം, അല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. ഈ സന്തോഷ് വർക്കിയെ നമുക്ക് നേരത്തെ അറിയുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ വൈകിട്ട് 6 മണി വരെ ഒരു മൂഡും രാത്രി 6 മണിക്ക് ശേഷം സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ വേറൊരു മൂഡുമാണ്. എന്നാലും പുള്ളിക്കാരൻ വന്നിട്ട് എലിസബത്തിനെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്കൊക്കെ ആണെങ്കിൽ അന്യായ റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ. സാധാരണ ഒരു കോണ്ടന്റ് ഇടുന്ന ഒരാൾക്ക് റീച്ചൊന്നുമില്ല, ഇവർക്കൊക്കെ ആണെങ്കിൽ അന്യായ റീച്ചാണ്. ഇപ്പോൾ തിയേറ്ററിൽ പോവുക, അവിടെ അലമ്പുണ്ടാക്കുക, കച്ചറ ഉണ്ടാക്കുക, ഒരു സിനിമ ഇറങ്ങാൻ നേരത്തെ ഒരു ദുരന്തം റിലീസാവുക, അവിടെ പോയിട്ട് ഫാൻസി ഡ്രസ്സ് കളിക്കുക. ഇതിപ്പോൾ നമ്മൾ കളിയാക്കി ചിരിച്ചാൽ പോലും ലവന്മാർക്ക് മനസ്സിലാവാത്ത കുറേ മനുഷ്യർ. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പ്രശ്നമാണോ ഇവരുടെ പ്രശ്നമാണോ? ഞാനൊന്നും നോക്കാതില്ല, ഞാനങ്ങ് ഞെട്ടിപ്പോയി. ആറാട്ട് സന്തോഷ് വർക്കി ഒരാൾ പിടിച്ചിട്ട് പൊന്നാട ഇട്ട് കൊടുക്കുകയാണ്. എന്ത് ചെയ്തിട്ട്? നിത്യാമേനോനെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ സ്ത്രീകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടിമാരുടെ പിന്നാലെ നടക്കുകയാണ്, ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുകയാണ്, ആൾക്കാർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പൊട്ടർ റിവ്യൂ പറയുകയാണ്. ആറാട്ട് എന്ന് പറയുന്നൊരു കത്തിപ്പടത്തിന് പോസിറ്റീവ് കൊടുത്ത് അങ്ങനെ ഹിറ്റായതാണ് പുള്ളിക്കാരൻ. എൻ്റെ ഇടയ്ക്ക് ആ തിയേറ്ററിൻ്റെ ഓണറിനെയൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് തിയേറ്ററിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ തിയേറ്റർ ഹിറ്റാക്കിയത്, ഞാനാണ് കേരളത്തിൽ റിവ്യൂ സംവിധാനം തുടങ്ങിയെന്നൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നാശാനെ, ആ തിയേറ്ററിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പം തിയേറ്ററിലെ നടന്മാരോ നടിമാരോ വരാത്തത് ഇമാതിരി കത്തി ടീംസിനെ പേടിച്ചിട്ടാണ്. സത്യത്തിൽ ആ തിയേറ്ററുകാരനെ ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ആൾക്കാർ. ഇവർക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ഒരു അലിൻ ജോസ് പെരേരയുണ്ട്. ഈ അലിൻ ജോസ് പെരേരയ്ക്ക് കുറേ കൂട്ടാളികളുണ്ട്. ഇവരും ഇതെല്ലാം കണക്റ്റഡാണ്. ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. ഇപ്പോൾ ചെകുത്താൻ, അതുപോലെ തന്നെ ആക്ടർ ബാലയുടെ ഭാര്യ, ആക്ടർ ബാലയുടെ മുൻ ഭാര്യ, അതുപോലെ അലിൻ ജോസ് പെരേര, ആറാട്ട് സന്തോഷ് വർക്കി, ഇവരിങ്ങനെ കണക്ട് ചെയ്ത് ഓരോ ദിവസവും ഇവിടെ ഉണ്ടാക്കുന്ന പരിപാടി എന്തൊക്കെയാണെന്നറിയാം. ഞാൻ ഇന്നൊക്കെ ഞെട്ടിപ്പോയി പുള്ളിക്കാരനൊക്കെ പിടിച്ച് ആദരിക്കുന്നത് കണ്ടപ്പോൾ. എന്തായാലും ഇന്നലെ ആറാട്ട് സന്തോഷ് വർക്കി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, എലിസബത്തിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, OCD ഉണ്ട് തനിക്ക്, അല്ലെങ്കിൽ എലിസബത്ത് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ വിദ്യാഭ്യാസം കൂടുതലുള്ള ആളാണ്, കുറേ ഡിഗ്രീസ് ഉണ്ട്, എലിസബത്തും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, ഫിനാൻഷ്യലി ഓക്കെയാണ്, നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പുള്ളിക്കാരനെടുത്ത് പറയുന്നത് കേട്ടു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ നമ്മളാണോ അവരാണോ റിയൽ? നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒട്ടേക്ക് കമൻറ്റ് ചെയ്യും.